ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗമായിരിക്കുന്ന 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളെ രണ്ടായി തിരിക്കുമ്പോൾ രണ്ട് ഭാഗങ്ങളിൽ രണ്ടാമത്തെ ഭാഗമാണ് 7 സഭകൾക്കുള്ളതായ എഴുത്തുകൾ. ഓരോ സഭയ്ക്കും പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന ആ വിലപ്പെട്ട എഴുത്തുകൾ ആ കാലഘട്ടങ്ങളിലെ സഭയ്ക്ക് മാത്രമല്ല, ഈ കാലഘട്ടങ്ങളിലെ സഭയ്ക്കും ഈ എഴുത്തുകൾ വളരെ പ്രയോജനകരമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെയും കടന്നുപോയി സ്ഥാപിക്കപ്പെട്ടതായ സഭ, ഈ സഭകളൊക്കെയും ആ കാലഘട്ടങ്ങളിൽ പേര് പറയപ്പെടുന്ന രീതിയിൽ പ്രശസ്തിയിൽ നിന്ന സഭകളും ദേശങ്ങളുമാണ്. ഓരോ സഭയെ നമുക്ക് പ്രത്യേകമായി പഠിക്കുവാൻ നമുക്ക് കഴിയും. എന്നാൽ നമ്മുടെ വെളിപ്പാട് പുസ്തകം മുഴുവനായിട്ടുള്ള പഠനമായതുകൊണ്ട് സ്പെസിഫിക്കായി നമുക്ക് അതിന് പഠിക്കുവാനായിട്ടുള്ള സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട് ആ നിലകളിലേക്ക് പഠനം പോകുന്നില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എന്ന നിലയിൽ മാത്രം പറഞ്ഞു വിടുന്നു. വരുന്ന സമയം നമ്മൾ ഓരോ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അല്പം കൂടെ ഞാൻ വിശദമായി ഇവയെക്കുറിച്ചെല്ലാം പറഞ്ഞു തരാം. ഇനി 7ാമത്തെ മെയിൻ ഹെഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മുതലുള്ള അധ്യായങ്ങളെ കുറിച്ചാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 2 ഭാഗങ്ങളായിട്ട് നമുക്ക് അതിന്റെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കാം. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളും 4 മുതൽ അവസാന അധ്യായം വരെ. ഇനി 1ാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ 2 ഭാഗം നമ്മൾ വേർതിരിച്ചു കണ്ടു. എന്നാൽ ഈ 2ാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവയെ നമുക്ക് 3 ഭാഗമായിട്ട് തിരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. 3 ഭാഗങ്ങളായി വേർതിരിച്ച് 2ാം ഭാഗം നമുക്ക് പഠിക്കാൻ കഴിയും. 1ാം ഭാഗത്തെ 2ആയിട്ട് തിരിച്ചുവെങ്കിൽ 2ാമത്തെ മെയിൻ ഭാഗത്തെ 3 ആയിട്ട് നമുക്ക് വേർതിരിച്ച് പഠിക്കാനായിട്ട് കഴിയും. 1ാമത്തെ പോയിന്റ് അതിൽ എങ്ങനെയാണ്? യെരുശലേമിന് എതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനത്തെക്കുറിച്ചാണ് 4ാം അധ്യായം 1 മുതൽ 11 വരെയും 4ാം അധ്യായത്തിന്റെ 1ാം വാക്യം മുതൽ 11ാം അധ്യായത്തിന്റെ 19ാം വാക്യം വരെ നമുക്ക് കാണാൻ കഴിയും. 4ാം അധ്യായത്തിന്റെ 1 മുതൽ 11ാം അധ്യായത്തിന്റെ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് യെരുശലേമിന് എതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനം, ഒരു ജഡ്ജ്മെന്റിനെ നമ്മളോട് കാണുകയാണ്. 2ാമത്തെ ഭാഗം റോമിനെതിരായിട്ടുള്ള ദൈവിക ന്യായവിധിയുടെ ഒരു ദർശനത്തെ അവിടെ കാണിക്കുക. റോമിനെതിരായിട്ടുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനമാണ് കാണുന്നത്. ഒരു വിഷൻ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് 12ാം അധ്യായത്തിന്റെ 1 മുതൽ 19ാം അധ്യായത്തിന്റെ 21 വരെയുള്ള ഭാഗം. എന്നോട് പറയുന്നു, റോമിനെതിരായുള്ള ദൈവിക ന്യായവിധിയുടെ ദർശനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 12ാം അധ്യായത്തിന്റെ 1 മുതൽ 19ാം അധ്യായത്തിന്റെ 21 വരെയുള്ളതായ തിരുവചനങ്ങൾ ഈ ഭാഗങ്ങളെ ഓർപ്പിക്കുന്നു. ഇനി 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഭാവി കാലത്തെക്കുറിച്ചും അതിനപ്പുറമുള്ള അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുമുള്ള ദർശനമാണ് ഓർപ്പിക്കുന്നത്. ഡിവിഷൻ 20ാം അധ്യായത്തിന്റെ 1 മുതൽ 22ാം അധ്യായത്തിന്റെ 5 വരെയുള്ളതായിരിക്കുന്ന തിരുവചന വേദഭാഗങ്ങൾ ഭാവി കാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ അതിനുമപ്പുറം സഭയുടെ ഭാവികാലം, ഭൂമിയുടെ ഭാവികാലം, ഇങ്ങനെ പല ഭാവി കാലങ്ങളെ കുറിച്ചെല്ലാം ഓർപ്പിച്ചതിന് ശേഷം അതിനുമപ്പുറം ഇനി സംഭവിക്കാൻ പോകുന്ന നിത്യതയെക്കുറിച്ച് അല്പം കൂടെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസാനവും കർത്താവിന്റെ വരവും ഇതിനെല്ലാം ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ചും ഒരു വ്യക്തത വരുത്തുകയാണ്. അപ്പോൾ നിത്യതയെക്കുറിച്ച് ഭൂമിയെ ദൈവം ന്യായവിധിക്കാൻ പോകുന്നു, മനുഷ്യനെ സകല പ്രപഞ്ചത്തെ എല്ലാം ന്യായവിധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് വെളിപ്പാട് പുസ്തകം നിർത്തുന്നില്ല. അങ്ങനെ നിർത്തിയിരുന്നുവെങ്കിൽ ഈ പഠനം ഇൻകംപ്ലീറ്റ് ആയിരുന്നു. പക്ഷേ ഈ ന്യായവിധികളെല്ലാം നടത്തും. ഈ ന്യായവിധികളെല്ലാം നടന്നതിന് ശേഷം ഭാവി കാലത്തെക്കുറിച്ച്, എന്ത് ഭാവി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അതിനപ്പുറം ഒരു നിത്യത ഉണ്ട് എന്ന് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിപ്പിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിന്റെ ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം 20ാം അധ്യായത്തിന്റെ 1 മുതൽ 22ാം അധ്യായത്തിന്റെ 5ാം വാക്യം വരെയാണ് ഈ ഭാഗം കാണുന്നത്.